നല്ല ചൂടുള്ള കുത്തരിച്ചോറും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും. അതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മഞ്ജുശ്രീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് വെച്ചു. നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണ്. അതിൻ്റെ തലയും വാലും ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു മീഡിയം സൈസ് ഉള്ളി, കുറച്ച് പച്ചമുളക്, 3-4 വെണ്ടയ്ക്ക ഇങ്ങനെ ഒന്നിച്ചെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീർന്ന് കിട്ടും. ഇതാണ് ഒരു എളുപ്പ വഴി സമയം ലാഭിക്കാനായിട്ട്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചു. ഇതേപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്കയും ഒന്ന് തലയും വാലും കട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. മീഡിയം തിക്നെസ്സിലാണ് ഞാനിപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. ഒരുപാട് തിന്നുമല്ല, അതേപോലെ ഒരുപാട് തിക്കുമല്ല, മീഡിയം തിക്നെസ് കൊടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വെണ്ടയ്ക്ക വെച്ചിട്ട് നമുക്ക് പലതരം റെസിപ്പീസ് ഉണ്ട്. വെണ്ടയ്ക്ക മസാല, വെണ്ടയ്ക്ക കറി, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ സാധാരണ ഈ 3 സംഭവമാണ് വീട്ടിൽ വെണ്ടയ്ക്ക വെച്ചിട്ട് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ മുഴുവൻ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെണ്ടയ്ക്കൊക്കെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി പച്ചമുളകാണ് ഞാൻ കീറുന്നത്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അധികം ചുമന്ന മുളക് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവാണ് അധികം ഉണ്ടാവുക. അതിങ്ങനെ നീളത്തിൽ കീറിയിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക് റൗണ്ട് ഇതും പച്ചമുളക് റൗണ്ടെന്ന് വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാതെ കടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഒരു തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്ക് വശത്തുള്ളൊരു പോർഷനുണ്ട്, കട്ടിയുള്ള വശം, അത് കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം വേണം നമ്മൾ ഉള്ളി എപ്പോഴും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കട്ടെ. അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും ഉള്ളിയും മുളകും ഒക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പാനും ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് സമയം മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിയും മുളകും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചോറിന് കൂടെ കഴിക്കാനുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ചേർക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്കാണ് ഞാനിപ്പം നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പിടിച്ച് വരും. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെക്കണമെന്നുമില്ല, തുറന്ന് വെച്ചും പലരും വേവിക്കാറുണ്ട്. അത് നമ്മുടെ സൗകര്യം പോലെയാണ്. ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക് മാത്രം നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. തന്നെ വെള്ളം റിലീസ് ആയിക്കോളും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ആകെ 2 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എരിവൊക്കെ നമുക്ക് പച്ചമുളകിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. പക്ഷേ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ എരിവ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ പതുക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്നിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.